ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന വേദികളാണ് കലോത്സവങ്ങളെന്ന് ആലത്തൂർ MP K രാധാകൃഷ്ണൻ. തൃശൂർ സഹോദയ കലോത്സവം ആറ്റൂർ അറഫ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഇടങ്ങളാണ് കലോത്സവ വേദികളെന്ന് ആലത്തൂർ MP K രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് ആറ്റൂർ അറഫ സ്കൂളിൽ സംഘടിപ്പിച്ച കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ സർഗശേഷിയും കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ് കലോത്സവ വേദികളെന്നും ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വലുതാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയിച്ചു. വ്യത്യസ്തങ്ങളായുള്ള മേഖലകളിലുള്ള കുട്ടികൾക്ക് ഒന്നുചേരാനുള്ള അവസ്ഥ ഉണ്ടാകും. അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ ജീവിത രീതികളോ കൊണ്ട് തന്നെ തടസ്സമാണ്. ഈ കലോത്സവത്തിൽ നാം കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത പ്രത്യേകത. ജാതിക്കും മതത്തിനും പ്രദേശത്തിനും അതീതമായി കൊണ്ട് മനുഷ്യനാണ് ഞങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടോടുകൂടി ഒത്തുചേരാൻ കഴിയുന്ന ഇടമാണ് നമ്മുടെ. ഇതുപോലെ എല്ലാ സ്ഥലത്തും കലോത്സവം സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് ചെയ്യുക. എന്നാൽ നമ്മുടെ ഇവിടെ അങ്ങനെയൊരു അകൽച്ച ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇതുപോലുള്ള കലോത്സവങ്ങൾ നമ്മളെ ഒന്നിപ്പിക്കും. ഞാൻ മറ്റ് കാര്യങ്ങളിലും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളുടെ കലാപരിപാടികൾ ഇവിടെ പ്രധാനപ്പെട്ട സ്റ്റേജുകളെല്ലാം ആരംഭിച്ചു. 73 സ്കൂളുകളിൽ ഏകദേശം 6000 കുട്ടികളാണ് 147 ഇനങ്ങളിലായിട്ട് ഇവിടെ ഈ കലോത്സവത്തിൽ 3 ദിവസമായിട്ട് പങ്കെടുക്കുന്നത്. വ്യത്യസ്ത മേഖലയിലുള്ള കുട്ടികൾക്ക് ഒത്തുചേരാനുള്ള ഇടമാണ് കലോത്സവങ്ങൾ. അവിടെ ജാതിയോ മതമോ വ്യത്യസ്ത ജീവിത രീതികളോ ഒന്നും തടസ്സമല്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും കാണാൻ കഴിയാത്ത രീതിയിൽ ജാതിക്കും മതത്തിനും ദേശത്തിനും അതീതമായി മനുഷ്യനാണ് വലുത് എന്ന കാഴ്ചപ്പാടോടെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടമാണ് കേരളത്തിലെ കലോത്സവങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ ജില്ലയിലെ 75 സ്കൂളുകളിൽ നിന്നായി 6000-ലധികം വിദ്യാർത്ഥികൾ 147 ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. Professionals in the field of art and culture addressing the traditional cultural expressions of Kerala, but it is not enough to sustain the element of cultural literacy among the people and among the coming up generations. That function is being done by the festival like what we see now here. The Sahodaya festival kind of festival, we are going to witness another Kerala, one of the biggest youth festivals of Asia in the month of January in Thrissur, Kerala State School Youth Festival. And this festival has a function in the current scenario of education, at the same time in the current civil society.
അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KS ഹംസ കലോത്സവ സന്ദേശം കൈമാറി. അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ PM അബ്ദുൽ ലത്തീഫ്, വൈസ് ചെയർമാൻ KM മുഹമ്മദ്, സഹോദയ വൈസ് പ്രസിഡന്റ് സജീവ് കുമാർ PH, ട്രഷറർ ബാബു കോയിക്കര, മാനേജ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി IT മുഹമ്മദ് അലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സഹോദയ ജോയിന്റ് സെക്രട്ടറി വസന്ത മാധവൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി ഷമീം ബാവ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.